ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാപ്രതിഭയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഉള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ നോട്ടുപ്രകടനവും സംഭാഷണവും സംവിധാനവും നൽകി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രേമലേഖനം നമ്മൾ കഥ നടക്കുന്നത് അങ്ങ് പശ്ചിമ തമിഴിലോ ഇനി ഇറാഖിലോ അല്ല, പിന്നെ നമ്മൾ ഈ ചെറിയ കഥ നടക്കുന്നത് അവിടെ ആ കുറച്ച് തറവാട്ടത്തേക്ക് നമുക്ക് കടത്തിയല്ല. അവിടെ ആ പേരുമാവിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ കൊച്ചു സുലി, അവളാണ് നമ്മുടെ കഥ വായിക. സാറയെ കുറിച്ച് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു തുമ്പി കരിനീല കണ്ണുള്ള സുന്ദരി, ഒറ്റയ്ക്കൊരു കരിനീല കണ്ണുള്ള സുന്ദരി, അതേ സുഹൃത്തുക്കളെ, അവൾ മെട്രിക്കുലേഷൻ പരീക്ഷ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ അപ്പച്ചന്റെയും രണ്ടാമയുടെയും ദാമ്പത്യമാവുന്ന സുന്ദരാകി കാലങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. ഒരിക്കൽ അവരുടെ വീടിന്റെ തെക്കിനിയിൽ വാടകയ്ക്ക് വരികയാണ് സ്വകാര്യ ബാങ്കിൽ ജോലിയുള്ള കേശവൻ നായർ. സുന്ദരൻ, വയസ്സ് 25 വയസ്സ്. അവരാണെങ്കിൽ താറാമയുടെ നടുത്താറാണ്. കേശവൻ നായർ പ്രേമത്തിന്റെ സെന്റൂക്കി ഓർക്കുമ്പോൾ എന്താണ് അങ്ങനെ കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരിക്കൽ കേശവൻ നായർ അയാൾ സ്വന്തമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനം എഴുതി അവളുടെ മടിയിലേക്ക് എറിഞ്ഞു. സാറാമ അത് വായിച്ചത് ചുറ്റിക്കരിയും കേശവൻ നായർ അയാൾ കിടക്കുന്നിടത്തേക്ക് നോക്കുക പോലും ചെയ്തു. പൊതുവെ തമാശക്കാരനായ കേശവൻ നായർ അന്ന് മൗനം പോയി. അയാൾ പറഞ്ഞു, സ്ത്രീകളുടെ നിലയിൽ നിലാവെളിച്ചമാണ്, അതുകൊണ്ടാണല്ലോ അവർ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടികളായത്. അങ്ങനെ ഒരു ദിവസം കേശവൻ നായർ മുടിമുട്ടി ബാങ്കിലേക്ക് തുടങ്ങുന്ന സമയം അദ്ദേഹം മുടിമുട്ടി തന്റെ ജീവിതത്തിന്റെ സുന്ദരപ്പെട്ട താക്കൾ അവളുടെ മടിയിലേക്ക് എറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ പ്രണയം സാറാമെന്ന് അറിയിക്കാൻ പെണ്ണുങ്ങളുടെ നടക്കും പാലിന്റെ പാലിനുള്ളിൽ എന്തെല്ലാം പോകുന്നുണ്ട്. വീട്ടിൽ കലകം കണ്ണാടി പാലിന്റെ പാലിനുള്ളിൽ എന്തെല്ലാം പോകുന്നുണ്ട്. വീട്ടിൽ കലകം കണ്ണാടി. ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളുമായി എന്നും കേശവൻ നായർ സാറാമയെ സമീപിക്കും. ഒത്തിരി പ്രേമകാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെ? കിട്ടുന്നതൊക്കെ വലിയ പെട്ടിയിലാക്കി കിട്ടുന്നുണ്ടായിരിക്കും. ഒരിക്കൽ അവൾ അയാളോട് ചോദിച്ചു, വീട്ടിലെ രക്ഷപ്പെടുവാൻ തനിക്കൊരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയാൾ സമ്മതിച്ചു. പല കല്യാണാലോചനകളും വന്ന് കുഴപ്പിപ്പോയ കാര്യം അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനി
സ്ഥിരം, ശാശ്വതം, അനന്തം. അയാൾ അവളോട് ഇങ്ങനെ പറഞ്ഞു: മദ്രാസിൽ നിന്നും ഉയർന്ന ജോലിക്ക് ഒരു ഓർഡർ വന്ന കാര്യം അവളെ അറിയിച്ചു. അന്ന് സന്ധ്യയായപ്പോൾ സാറാമ കേശവനായിട്ട് മുറിയിൽ ചെന്ന് അയാളുടെ കണ്ണിൽ ഇട്ടു. പോകുവാനുള്ള പണം എന്നെ വാങ്ങിച്ചപ്പോഴും ഞാൻ വിളിച്ചു. അവൾ മൗനം കൊണ്ടു. ചിരകാലം സേവിച്ച കാര്യമോ സമ്മതം കൂടി. കേശവൻ നായർ യാത്രയ്ക്ക് തയ്യാറായി. അതിനുശേഷം അവൻ സാറാമിയുടെ മുന്നിലേക്ക് കടന്നു. അവിടെ തുറന്നു കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ അവളുടെ മെത്തയിലെ ഒരു കടലാസ ശബ്ദത്തിലേക്ക് വച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ജീവിതം ഈ കാലഘട്ടം എനിക്ക് നല്ല ജോലി കിട്ടി. എന്റെ വിവാഹം കൊടുക്കുക ജോലിയുമായി ഒരാൾ എത്തിയിരുന്നു. ഞാൻ തോന്നുന്നു അയാൾ തന്റെ എല്ലാമായ കേശവൻ നായർ താറാമിയെ കുറിച്ചുള്ള ആ സുന്ദരമായ യാത്ര അവിടുന്ന് ആരംഭിക്കുകയാണ്. അവൾ ആ നീലപ്പാളത്തിന് മുകളിൽ നിന്നും താഴേക്ക് നോക്കി. തനിക്ക് ശമ്പളമായി കിട്ടിയ 20 രൂപയിൽ നിന്ന് 1 രൂപ കൊടുത്തെടുത്ത ലോട്ടറി അടിച്ച പൈസ അടക്കം 1909 അവൾ അയാളോട് പറഞ്ഞു: ഇത് കൊടുത്തു ഒരു വാച്ചും മോതിരവും വാങ്ങണം. സാറാമ്മ തന്റെ ബ്ലൗസിൽ അനേക കാലത്തെ വിയർപ്പിൽ പൊതിഞ്ഞ ഒരു കടലാസ് കഷ്ണം ഒരു പ്രേമലേഖനം എടുത്ത് അയാൾക്ക് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജീവിതം യൗവനത്തിലും പ്രേമത്തിന് പൂർവ്വമായി ഈ കണ്ടത്തിൽ എന്ന് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവൾ അയാൾ ചുമിച്ചുകൊണ്ട് പറഞ്ഞു: നമ്മൾ തന്നെയാണ് യഥാർത്ഥ പ്രേമലേഖനം.